വൺ ഗോഡ് അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ധർമ്മവർഷം 98. ധ്രുവസിദ്ധിപ്രദം സാക്ഷാത് അംബികാ പരദർശനം ഗുരും ശക്തീശ്വരം വന്ദേ ധർമാനന്ദാത്മനായകം. ഇന്ന് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ എഴുതിയ ധർമ്മവും ധർമ്മശാസ്താവും എന്ന ലേഖനമാണ് വായിക്കുന്നത്. ധർമ്മവും ധർമ്മശാസ്താവും. കല, സാഹിത്യം, സാമൂഹികം, സാംസ്കാരികം, രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ തുറകളിലും വ്യാപരിച്ചുമിരിക്കുന്നു മനുഷ്യൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ രംഗവേദിയായ പ്രപഞ്ചത്തെക്കുറിച്ചും ശരിയായ ധാരണയില്ലാതെ ഏറ്റവും നല്ലത് ആചരിക്കാനും അനുഷ്ഠിക്കാനും സാധ്യമല്ല. ആചാരാനുഷ്ഠാനങ്ങളാണ് ജീവിതത്തിന് മാനസികവും ഭൗതികവുമായ അടുക്കും ചിട്ടയും ഉണ്ടാക്കുന്നത്. അടുക്കും ചിട്ടയും ഇല്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാകും. അർത്ഥശൂന്യമായ ജീവിതത്തിന് സ്വാതന്ത്ര്യമില്ല, പുരോഗതിയില്ല, മോചനമില്ല. അതിനാൽ ആചാരാനുഷ്ഠാനങ്ങൾ കൂടിയേ കഴിയൂ. അതിനു മുൻപായി ശരിയായ ധാരണയും വേണം. ശരിയായ ധാരണയിൽ നിന്നാണ് ധർമ്മത്തിൻ്റെ പിറവി. ധർമ്മ ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയെക്കുറിച്ചും വിശ്വപ്രകൃതിയെക്കുറിച്ചും ശരിയായൊരു ധാരണ ഉണ്ടാകുവാനുള്ള പ്രയത്നം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച നാടാണ് ഭാരതം. വേദങ്ങളും ഉപനിഷത്തുക്കളും ഈ വസ്തുത വെളിവാക്കുന്നു. മനുഷ്യൻ്റെ ശരീരം സ്ഥൂലവും മനസ്സ് ബുദ്ധി ഉൾപ്പെടെ സൂക്ഷ്മവും അതിനുമപ്പുറം ഞാൻ എന്ന ഭാവം കൊള്ളുന്നതെന്തോ അത് പരവുമാകുന്നു. പ്രകൃതിയുടെ സൃഷ്ടിയായ മനുഷ്യനെ മാത്രമല്ല ഇങ്ങനെ മൂന്നായി തിരിക്കുവാൻ സാധ്യമാവുക. വിശ്വപ്രകൃതിയിലെ എന്തും ഈ മൂന്ന് ഭാവങ്ങൾ ഉള്ളവയാണ്. മനുഷ്യനിൽ ഈ മൂന്ന് ഭാവങ്ങൾ ഏറ്റവും പ്രകടമാകുന്നു എന്നേയുള്ളൂ. പ്രകൃതിയുടെ സ്ഥൂലം അതിൻ്റെ ശരീരവും, സൂക്ഷ്മം മനസ്സ് കോസ്മിക് മൈൻഡ്, പരം അതിൻ്റെ ആത്മാവുമാകുന്നു. പ്രകൃതിയുടെ പരമായ ആത്മാവിനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. അത് മനുഷ്യനിലെ ഞാൻ എന്ന പോലെ സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും കർത്താവുമായിരിക്കുന്നു. ഈ കർത്താവ് ആണുമല്ല പെണ്ണുമല്ല, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ശക്തിയാണ്. പരമായ ശക്തി ആയതുകൊണ്ട് അതിനെ പരാശക്തി എന്ന് വിളിക്കുന്നു. ബൃംഹണം ചെയ്യുന്നതുകൊണ്ട് എക്സ്പാൻഡ് അതിനെ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. അത് മാറ്റമില്ലാതെ നിന്നുകൊണ്ട് തന്നിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. മണ്ണിൽ ചരാചരങ്ങൾ ഉണ്ടാകുകയും മണ്ണിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്ന ശൈലിയിലൂടെ ചിന്തിച്ചാൽ മാറ്റമില്ലാത്തതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നേരിയ ബോധം കിട്ടും. ഒരു പരമാണുവിനെ ഭേദിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എത്രത്തോളം മനസ്സിലാക്കാമോ അതിലും ഉപരിയായി മനുഷ്യപ്രകൃതിയെ അപഗ്രഥിച്ചാൽ വിശ്വപ്രകൃതിയുടെ സ്വഭാവം ഗ്രഹിക്കാൻ കഴിയും. നമ്മുടെ പൂർവികന്മാർ ഇക്കാര്യം ധരിച്ചിരുന്നു. അവർ യുക്തിവിചാരം കൊണ്ടും ചിത്തൈകാഗ്രത കൊണ്ടും മനുഷ്യപ്രകൃതിക്കെന്ന പോലെ വിശ്വപ്രകൃതിക്കും സൂക്ഷ്മവും പരവും ഉണ്ടെന്ന് കണ്ടെത്തി എന്നു മാത്രമല്ല, വിശ്വപ്രകൃതിയുടെ പരം തന്നെയാണ് മനുഷ്യപ്രകൃതിയുടെ പരമായി മാറിയിരിക്കുന്നതെന്നും കണ്ടെത്തി. അതായത് മനുഷ്യനിലെ ഞാൻ വിശ്വപ്രകൃതിയുടെ പരമായ വലിയ ഞാനായ പരമാത്മാവാണ്. ഇക്കാര്യം കണ്ടെത്തിയവൻ സ്വയം സംസ്കൃതത്തിൽ പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നാകും. മറ്റൊരുത്തനോട് പറയുമ്പോൾ തത്വമസി എന്നാകും. ശാസ്ത്രീയമായ യുക്തിപരമായ അനുഭവജ്ഞാനദത്തമായ ഈ സത്യമാണ് ഭാരതീയരായ നമ്മുടെ പൂർവികന്മാർ വിളംബരം ചെയ്തത്. അവർ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ഈ ദർശനത്തെക്കുറിച്ചുള്ള ഈ സത്യത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ധാരണയിൽ നിന്ന് പിറക്കുന്നതാണ് ധർമ്മം. ഈ സത്യം നിത്യമായതുകൊണ്ട് അഥവാ സനാതനമായതുകൊണ്ട് അതിൽ നിന്നുണ്ടായ ധാരണയും സനാതനമാണ്. യഥാർത്ഥത്തിൽ ഇതാണ് സനാതനധർമ്മം.
ആത്യന്തികമായി ഈ ധാരണയെ പുലർത്തുന്ന വിധത്തിൽ ജീവിതശൈലികളെ സംസ്കരിച്ചെടുക്കുകയാണ് പ്രാചീന ഭാരതം ചെയ്തത്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഒരു സംസ്കരണ പ്രക്രിയയാണത്. ഈ പ്രക്രിയയിൽ മനുഷ്യൻ പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുന്നു. പ്രകൃതി നിയമങ്ങൾക്ക് വിപരീതമായി വർത്തിച്ചാൽ മനുഷ്യന് നിലനിൽപ്പില്ലല്ലോ. മനുഷ്യൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം. മനുഷ്യനെ മൃത്യുഞ്ജയനും അമരനുമാക്കാനാണ് ഭാരതം ശ്രമിച്ചത്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുക എന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ നാരായ വേര്. മതേതര രാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തെ ഈ സാംസ്കാരിക ദർശനവുമായി ചേർത്തു വെച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം ദർശിച്ചതുകൊണ്ട് ഭാരതത്തിൽ ഭിന്ന രുചിയും പ്രതിജന ഭിന്ന വിചിത്ര ശൈലിയുമായ ജീവിതത്തിന് സ്വാതന്ത്ര്യം കൂടി വന്നു. വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായി. ശൈവം, വൈഷ്ണവം, ഗാണപത്യം, ശാക്തം തുടങ്ങിയ പല മതങ്ങളുമുണ്ടായി. നാനാത്വത്തിൽ ഏകത്വ ദർശനം എന്നൊന്നു മാത്രമേ ആചാര വിഭിന്ന മതങ്ങളെ ഒരു രാഷ്ട്രത്തിൽ നന്നായി പൊറുപ്പിക്കുകയുള്ളൂ. ഈ ദർശനമാണ് ഭാരതത്തിൻ്റെ സഹിഷ്ണുതയ്ക്കാസ്പദം. ഈ ദർശനം നിലനിർത്തിക്കൊണ്ടുപോകാൻ ജനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും സാധിക്കാതെ വന്നാൽ മതകലഹങ്ങളുണ്ടാകും. പ്രശ്നം സാംസ്കാരികമാണ്, ബോധപരമാണ്. ധാരണയാണ് പ്രശ്നം. അതായത് ധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തേ മതിയാകൂ. വിശ്വപ്രകൃതിയുടെ ആത്മാവോളം ചെന്നെത്തിയ ബോധം ഭൗതിക കുറിച്ചു മാത്രമുള്ള ബോധത്തേക്കാൾ മനുഷ്യ ജീവിതത്തിന് നിലനിൽപ്പ് നൽകും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. ഈ ആപ്തവാക്യം മനുഷ്യൻ്റെ നിലനിൽപ്പിനെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? പ്രകൃതിയുടെ പരമായ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ പ്രപഞ്ചപുരുഷൻ അല്ലെങ്കിൽ ജഗൽപിതാവ് അല്ലെങ്കിൽ ജഗന്മാതാവ് അല്ലെങ്കിൽ ജഗൽ കർത്താവ് തന്നെയാണ് പ്രപഞ്ചമെന്ന ശരീരത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശക്തികളുടെയും നിയമങ്ങളുടെയും മാറ്റങ്ങളുടെയും ഉടമ. ആ പരാശക്തി തന്നെയാണ് പ്രപഞ്ച നിയമങ്ങളെ ശാസിക്കുന്നത് കൊണ്ട് അതിനെ ശാസ്താവ് എന്ന് വിളിക്കുന്നു. മനുഷ്യപ്രകൃതിയിലെ ഞാൻ എന്ന പോലെ വിശ്വപ്രകൃതിയിലെ ഞാനായി അത് പ്രവർത്തിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ ഏതാണ്ടൊരാശയം പിടികിട്ടും. പ്രപഞ്ചത്തെ ശാസിക്കുന്നതുകൊണ്ട് ശാസ്താവ് ഭൂതനാഥനായി, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായി, അല്ലെങ്കിൽ നായികയായി, അല്ലെങ്കിൽ പരം ജ്യോതിസായി, അല്ലെങ്കിൽ പരബ്രഹ്മമായി. മനുഷ്യനിലെ ഞാൻ ചെറിയ ഭൂതനാഥനാണ്. വിശ്വപ്രകൃതിയിലെ ഞാൻ ബൃഹത് ഭൂതനാഥനാണ്. ഇവർ തമ്മിലുള്ള ബന്ധമാണ് യോഗം. ഭൂതനാഥനു മാത്രമേ പ്രപഞ്ച പ്രവർത്തനത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ സത്യമായി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതാണല്ലോ പരമസത്യം. അത് സ്വയം വെളിപ്പെട്ടു കാണുന്നവർക്കുണ്ടാകുന്ന ധാരണയിൽ നിന്നാണ് ധർമ്മോൽപത്തി. ആ നിലയ്ക്ക് ഭൂതനാഥനായ ശാസ്താവിനെ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്നു. ധർമ്മവും സംസ്കാരവും ആചാരങ്ങളിൽ കൂടിയാണ് അനുഭവ ബോധത്തിലെത്തുന്നത്. ധർമ്മവും സംസ്കാരവും ആചാരങ്ങളിൽ കൂടിയാണ് അനുഭവബോധത്തിലെത്തുന്നത്. ആചാരങ്ങൾ കാലത്തിനും ദേശത്തിനും വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. മാറിയില്ലെങ്കിൽ ദുഷിച്ചു പോകും, പ്രകൃതി വിരുദ്ധമാകും. ആചാരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് ആചാര്യന്മാർ. ധർമ്മമാണ് ലക്ഷ്യം, മാർഗം പലതുമാകാം. ധർമ്മശാസ്താവ് പരാശക്തിയുടെ ധർമ്മപ്രതീകമാണ്. ചരിത്രപുരുഷനായ അയ്യപ്പൻ ശാസ്താവിൻ്റെ പ്രതിപുരുഷനാണ്. പ്രതിപുരുഷനും പരംപുരുഷനും സത്യത്തിൽ ഒന്ന് തന്നെ. പ്രപഞ്ചത്തിൽ ഇങ്ങേയറ്റത്ത് ഭൂമിക്ക് ശാസ്താവ് സൂര്യനിലൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സൂര്യനിൽ വേദങ്ങൾ ശാസ്താവിനെ ദർശിക്കുന്നു. മൈത്രേയായന ഉപനിഷത്ത് ശ്രദ്ധിക്കുക. ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ സൂര്യപ്രതിഷ്ഠയാണെന്ന് സങ്കല്പിക്കുന്നതിൽ അപാകതയില്ല. വിശ്വപ്രകൃതിയുടെ പരമായ ബോധസ്വരൂപമാകൊണ്ട് ധർമ്മശാസ്താവിനെ ബുദ്ധൻ എന്ന് വിളിക്കാം. പരമമായ ഒന്നായ പൊരുളിനെ വിശേഷപ്രജ്ഞയുള്ളവർ പലതരത്തിൽ പറയുന്നു എന്നേയുള്ളൂ. ഏകം സത് വിപ്ര ബഹുധ വദന്തി.
മനുഷ്യൻ്റെ നിലനിൽപ്പിനാവശ്യം ബോധമാണ്, ജ്ഞാനമാണ്, ധർമ്മമാണ്. ഇതിനു പറ്റിയൊരു ഉപാധിയാണ് ധർമ്മശാസ്താവിൻ്റെ സങ്കല്പം, ബുദ്ധിപരമായ ദർശനം. ധർമ്മച്യുതിയാണ്, ധർമ്മത്തിൻ്റെ വീഴ്ചയാണ് ഇന്ന് ഭാരതത്തിൻ്റെ മുഖ്യ പ്രശ്നം. ഭാരതത്തിൻ്റെ മാത്രമല്ല, ഭൂമിയുടെ മുഴുവൻ നീറുന്ന പ്രശ്നം. സയൻസിൻ്റെ നേട്ടങ്ങൾ മനുഷ്യന് സമാധാനപൂർണമായി അനുഭവിക്കാൻ സാധിക്കാത്തത് ധർമ്മച്യുതി മൂലമാണ്. മനുഷ്യ നന്മയിലും മനുഷ്യൻ്റെ നിലനിൽപ്പിലുമാണ് ഭരണകൂടങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ധർമ്മം സമുദ്ധരിക്കേണ്ടതും സംസ്ഥാപിക്കേണ്ടതും ഭരണകൂടങ്ങളുടെയും ഭാരമാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മതവികാരമല്ല, ധർമ്മവികാരവും ധർമ്മവിചാരവുമാണ്. മതങ്ങളെല്ലാം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ മാർഗങ്ങളാകട്ടെ. പേരേതുമേതും വിളിച്ചു കൊണ്ടാടുവിൻ പാരിൻ പൊരുളായൊരപ്പരാശക്തിയെ. പേരേതുമേതും വിളിച്ചു കൊണ്ടാടുവിൻ പാരിൻ പൊരുളായൊരപ്പരാശക്തിയെ. അയ്യനായി അപ്പനായി അമ്മയായി ഉണ്മയായി തീയാട്ടുകേളിക്കുതിക്കുന്ന സൂര്യനായി. അയ്യനായി അപ്പനായി അമ്മയായി ഉണ്മയായി തീയാട്ടുകേളിക്കുതിക്കുന്ന സൂര്യനായി. വിശ്വപ്രകൃതിയായി മർത്യ മനസ്സിൻ്റെ വൈദ്യുതി ശക്തിയായി വെല്ലുമയ്യപ്പനെ. വിശ്വപ്രകൃതിയായി മർത്യ മനസ്സിൻ്റെ വൈദ്യുതി ശക്തിയായി വെല്ലുമയ്യപ്പനെ. ചിന്തിച്ചു ചിന്തിച്ചു ചെന്നെത്തിമുട്ടുവിൻ എന്തിലും മീതേ അരുളും ഗുരുവിനെ. ചിന്തിച്ചു ചിന്തിച്ചു ചെന്നെത്തിമുട്ടുവിൻ എന്തിലും മീതേ അരുളും ഗുരുവിനെ. ചിന്തിച്ചു ചിന്തിച്ചു ചെന്നെത്തിമുട്ടുവിൻ എന്തിലും മീതേ അരുളും ഗുരുവിനെ. എന്തിലും മീതേ അരുളും ഗുരുവിനെ. സ്വാമിയേ ശരണമയ്യപ്പ. ജയ് ജഗത്.